അപ്പോൾ ഞാനിപ്പോൾ തൃപ്പൂണിത്തുറ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ്. ക്രിക്കറ്റിൻ്റെ പ്രാക്ടീസൊക്കെ നടക്കുകയാണ്. നമുക്കറിയാം 23-ഉം 24-ഉം ഷാർജയിൽ വെച്ചാണ് ആദ്യ ക്രിക്കറ്റ് ടൂർണമെൻറ്റ് നടക്കുന്നത്. സെലിബ്രിറ്റി ക്രിക്കറ്റ് ടീമിലെ ടീമുകളാണ് ഇപ്പോൾ ഇവിടെ മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഫ്രണ്ട്ലി മാച്ച് നടക്കുകയാണ്. ഇപ്പോൾ ടീമുകളെല്ലാം വിശ്രമത്തിലാണ്. ഇവരിങ്ങനെ നമുക്കറിയാം ഇത്തവണ വിൻ ചെയ്തേ വരുള്ളൂ എന്ന ഒരു വാശിയിൽ തന്നെയാണ് ടീം എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ എല്ലാവരും ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ഇവർ ഓരോരുത്തരെ നിയന്ത്രിച്ചുകൊണ്ട് എല്ലാവരും ഇവിടെ എങ്ങനെ ഇരിക്കുക ബാറ്റൊക്കെ ചെയ്യാനുള്ള പരിപാടിക്കാണ്. അപ്പോൾ നമുക്ക് ഇന്ദ്രജിത്ത് ഇവിടെ ഇല്ല, നമുക്ക് ഇന്ദ്രജിത്ത് ഇവിടെ ഇരിപ്പുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് തന്നെ തുടങ്ങണം. ഇതുണ്ടല്ലേ? അപ്പോൾ ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? എങ്ങനെയാണ് പ്രതീക്ഷയൊക്കെ? പ്രതീക്ഷ ഇപ്പം നല്ല മത്സരം നടന്നു കളിച്ചോണ്ടിരിക്കല്ലേ. ഇത്തവണ പഠിച്ചിട്ടേ വരുള്ളൂ. പഠിക്കാൻ തന്നെയാണ് ശ്രമം. തീർച്ചയായിട്ടും കപ്പടിച്ചോണ്ടാണ് തിരിച്ചൊന്ന് പ്രതീക്ഷിക്കുന്നത്. ഇത് നമുക്ക് ഈ 16 പേരെ സെലക്ട് ചെയ്യണ എന്തായി? അതിങ്ങനെ നടക്കുന്നു. ഇന്ന് വൈകിട്ട് അതിന്റെ ഒരു ഫൈനൽ തീരുമാനം വരും. അല്ലേ? ടാസ്കാണ്. അത് മാത്രമാണ് ഇപ്പം നമ്മുടെ മുമ്പിൽ ഒരു വെല്ലുവിളി. അതെ, അതിപ്പോ ഞാൻ മാത്രമല്ലല്ലോ, കോച്ചും അസിസ്റ്റന്റ് കോച്ചും എല്ലാവരും വെല്ലുവിളിയുണ്ട്. എല്ലാവരും കൂടെ ഒരുമിച്ചാണ് തീരുമാനിക്കുന്നത്. അല്ലേ? ഇവിടുത്തെ കളിയൊക്കെ കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു? നന്നായിട്ട് കളിക്കുന്നുണ്ട് എല്ലാവരും. ഇപ്പം ലാസ്റ്റ് ഇന്നിംഗ്സ് ആണ്. 100 റൺസ് വേണം ജയിക്കാനായിട്ട്. ഇതുവരെ ഒരു വിക്കറ്റും പോയിട്ടില്ല. 4 ഓവർ കഴിഞ്ഞു. രാജീവ് പിള്ളയും വിവേക് ഓബനുമാണ് ബാറ്റ് ചെയ്യുന്നത്. ഓക്കെയാണ് എല്ലാം ഓക്കെ, ഡബിൾ ഓക്കെ. അടിച്ചു പൊളിക്കും നമ്മൾ. ഒരു ചെറുതായിട്ടൊന്ന് ബാറ്റ് ചെയ്യാൻ വരുന്നു. ഞാൻ ദുബായ് വെച്ച് കാണും. നമ്മൾ ദുബായിൽ വരുന്നുണ്ട്. വെരി ഗുഡ്. അപ്പോൾ അവിടെ വെച്ച് കാണണം. അപ്പം ഭയങ്കര പ്രതീക്ഷകളാണ് കേട്ടോ നമ്മുടെ ക്യാപ്റ്റൻ. ഭയങ്കര പ്രതീക്ഷ. ഇനി വൈസ് ക്യാപ്റ്റൻ ഇവിടെ ഇരിപ്പുണ്ട്. ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനിലേക്കാണ് കാര്യങ്ങൾ തരുന്നത്. വൈസ് ക്യാപ്റ്റൻ ഇവിടെ ഇരിപ്പുണ്ട്. ക്യാപ്റ്റൻ ഭയങ്കര പ്രതീക്ഷയാണ്. വൈസ് ക്യാപ്റ്റനോ? ക്യാപ്റ്റന് പ്രതീക്ഷ ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും വൈസ് ക്യാപ്റ്റന് പ്രതീക്ഷ ഒരു മാറ്റമില്ല. ഒന്നുമില്ല. പ്ലേയേഴ്സ് എല്ലാവരും കഴിഞ്ഞ വർഷത്തേക്ക് അപേക്ഷിച്ചിട്ട് കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് കുറച്ചുകൂടി നല്ല ഹൈദരാലിയുടെ ഒറ്റ ഇന്റർവ്യൂ കാരണം ഇന്ദ്രൻ ഇറങ്ങേണ്ട ആ ചാൻസ് മിസ്സാക്കിയിരിക്കുകയാണ്. ഇതുപോലുള്ള കാര്യങ്ങളിലാണ് ഹൈദരാലി കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എങ്ങനെ ടീമുകൾ വന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കാം, എങ്ങനെ കാര്യങ്ങൾ ഇതാക്കാം. ക്യാപ്റ്റന്റെ ചാൻസ് ആണ് കളഞ്ഞിരിക്കുന്നത് ഹൈദരാലി. അയ്യോ, അത് കറക്റ്റാണോ? അപ്പൊ എന്ത് ചെയ്യണം ഇനിയിപ്പം? എന്ത് ചെയ്യണം? ഇനിയിപ്പോ ഒന്നും ചെയ്യാനില്ല. ഇനിയിപ്പോ അടുത്ത് ഇറങ്ങാൻ പറ്റും. സിജു വിൽസൺ ഇറങ്ങിയിരിക്കുകയാണ് ബാറ്റ് ചെയ്യാനായിട്ട്. ഇപ്പൊ സിജു വിൽസൺ വന്നിട്ട് ആലോചിക്കാം. അപ്പോൾ ഞാൻ വന്നത് നമ്മൾ ഇന്ദ്രജിത്തിന്റെ ബാറ്റിംഗ് കാണുന്നത് അത് എനിക്ക് ബിനീഷ പറഞ്ഞത് എനിക്ക് ഒന്നും കൂടെ ക്ലിയർ ആണ്. ഞാൻ വന്നിട്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കരുത് എന്നുള്ളതാണ്. പക്ഷെ എന്നും എൻ്റെ ഇപ്പൊ ഇവിടുന്ന് ഞാൻ കേട്ടു ഹൈദരാലി വരുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ഒരു ആൾക്കാർ മാറുന്നു. പിന്നെ എന്തൊക്കെയുണ്ട് ഹൈദരാലി വിശേഷം? നന്നായിട്ട് പോകുന്നു. നല്ല ആത്മവിശ്വാസത്തിലാണ് നമ്മുടെ ടീം. 23-ഉം 24-ഉം ഷാർജയിൽ കളിക്കാൻ ഇറങ്ങുകയാണ്. അവിടുന്ന് വിൻ ചെയ്ത് ഞങ്ങൾ ഹൈദരാബാദിൽ നിന്ന് വിൻ ചെയ്യും, തിരുവനന്തപുരത്തും വിൻ ചെയ്യും. എന്നിട്ട് കപ്പടിച്ചേ വരാവുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഇൻഷാ അല്ലാഹ്. നമുക്ക് കഴിഞ്ഞ വർഷം നമുക്ക് ഒത്തിരി പരാജയമുണ്ടായി. അത് മാറ്റി കുറിക്കണമെന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. അല്ല, പരാജയം നമ്മൾ ടീമായിട്ട് കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നമ്മൾ 2 തവണ നമ്മൾ ഫൈനൽ കളിച്ച ടീമാണ്. ഇപ്രാവശ്യം കുറച്ചുകൂടി നല്ല ബോളേഴ്സ് ഉണ്ട്, നല്ല ബാറ്റേഴ്സ് ഉണ്ട്. എസ്പെഷ്യലി ഫോർമാറ്റ് വ്യത്യാസമാണ് T10. അപ്പോൾ കാറ്റഗറി ബേസ് കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ സാധാരണ ഒരു ക്രിക്കറ്റ് മാച്ച് വാച്ച് ചെയ്യുന്ന രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അത്രയും കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാവില്ല. ഇപ്പം കുറേ സിനിമകൾ അഭിനയിച്ച ആളുകൾ A കാറ്റഗറി, അങ്ങനെ വരുന്ന ആളുകൾ B കാറ്റഗറി. അപ്പം ഒരു A കാറ്റഗറി ബോൾ ചെയ്യുമ്പോൾ അപ്പുറത്തും A കാറ്റഗറി തന്നെ ബോൾ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഫസ്റ്റ് ബാറ്റ് ചെയ്യുമ്പോഴത്തേക്ക് 2 A കാറ്റഗറി തന്നെ ബാറ്റ് ചെയ്യണമെന്നൊക്കെ ഉണ്ട്. അപ്പോൾ പുറത്തുനിന്ന് കളി കാണുന്ന ആളുകൾ ചിലപ്പോൾ ഒരു ഇൻസിഡൻ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇത് കൂടുതൽ നന്നായിട്ട് കളിക്കുന്നവരില്ലേ അവർ ഇറക്കിക്കൂടെ എന്നൊക്കെയുള്ള സ്വാഭാവികമായ സംശയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പ്രേക്ഷകരുടെ അടുത്ത് എത്തിക്കേണ്ടത്. ഇതാണ് കുറേ ഫോർമാറ്റ് വ്യത്യാസങ്ങളുണ്ട്. ആ ഫോർമാറ്റിനനുസരിച്ചിട്ട് മാത്രമാണ്. പിന്നെ ഒരു പുതിയ ഫോർമാറ്റാണ് T10 എന്നുള്ളതാണ്. ഇപ്പോൾ കുറച്ചുകൂടി സ്പീഡ് ഗെയിമാണ്. അപ്പം കൂടുതൽ എക്സേർട്ട് ചെയ്യേണ്ടി വരുന്ന ഗെയിമായിരിക്കും. ഓവേഴ്സ് കുറയുമ്പോൾ നമ്മുടെ എക്സേർട്ട് കുറയുകയല്ല ചെയ്യുന്നത്, കൂടുകയാണ് ചെയ്യുന്നത്. കാരണം ഗെയിമിൻ്റെ സ്വഭാവം മാറും. ഭയങ്കര സ്പീഡായിട്ട് നമ്മൾ കളിക്കേണ്ടി വരുന്നുണ്ട്. നല്ലൊരു ടീമാണ്. ആസ് എ ടീം നമ്മൾ നല്ല ടീമായിട്ടാണ്. പിന്നെ എല്ലാവരും ഒത്തൊരുമയോടുകൂടി നന്നായിട്ട് പോകുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതാണ്, എല്ലാവരും ഒത്തൊരുമയോടുകൂടി പോകുന്നു. അത് തന്നെയാണ് ടീമിൻ്റെ ഒരു വിജയം. നമുക്കറിയാം ഇന്നൊരു 16 പേരെയാണ് സെലക്ട് ചെയ്യേണ്ടത്. ദുബായ് ട്രാവൽ 16 പേരെ എന്ന് തന്നെയാണ് അന്ന് വാർത്താ സമ്മേളനത്തിലൊക്കെ പറഞ്ഞത്. 16 പേരെ തിരഞ്ഞെടുക്കുന്നത് ഒരു ടാസ്ക്കാണ്. അത് ഒരു സംശയമില്ല. കാരണം എല്ലാവരും സുഹൃത്തുക്കളാണ്. പക്ഷേ കളിയുടെ മികവനുസരിച്ച് തന്നെയായിരിക്കും ആളുകളെ തിരഞ്ഞെടുക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല. എല്ലാവരും കളി കാണുന്നതിൻ്റെ ഒരു തിരക്കിലാണ്. കളി മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ഇപ്പം അവസാന ഓവറിലേക്ക് പോകുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന ഇവിടെ നിന്നും കിട്ടുന്ന വിവരം. കഴിഞ്ഞ തവണ പ്രശാന്തൊക്കെ കളിക്കാൻ പോയതാണ്. കഴിഞ്ഞ തവണത്തെ പരാജയമൊക്കെ ഏറ്റുവാങ്ങിയിട്ടാണ് പ്രശാന്ത് ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ തവണ ഇപ്പോൾ ഈ പരാജയപ്പെട്ട് വന്നോട്ടെ. ഇത്തവണ അങ്ങനെ സംഭവിക്കാൻ പാടില്ല കേട്ടോ. ഈ പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ
പരാജയപ്പെട്ടത് തന്നെയാണ്. അതെ അതെ. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രാവശ്യം പുതിയൊരു ഫോർമാറ്റാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫോർമാറ്റാണ്. ആ ഫോർമാറ്റിൽ എ കാറ്റഗറി, ബി കാറ്റഗറി, ഒരു ടീമിൽ 7 എ കാറ്റഗറി വേണം, 4 ബി കാറ്റഗറി. ഒരു ആദ്യത്തെ 3 ഓവറിൽ എ കാറ്റഗറിക്കാർക്ക് മാത്രമേ എറിയാൻ പറ്റുള്ളൂ, ബാറ്റ് ചെയ്യാനും പറ്റുള്ളൂ. എപ്പോഴും ഒരു എൻഡിൽ ഒരു എ കാറ്റഗറിക്കാരനുണ്ടായിരിക്കണം. അപ്പം നമ്മുടെ ടീം ബാലൻസിൽ ചെറിയ പ്രോബ്ലംസ് അത് സൃഷ്ടിച്ചു. നമുക്ക് എ കാറ്റഗറി പ്ലേയേഴ്സ് കുറവായിരുന്നു. നമുക്കിവിടെ ഷൂട്ട് ബ്രേക്ക് ചെയ്തിട്ട് ക്രിക്കറ്റ് കളിക്കാൻ വരാൻ നമ്മുടെ നായകന്മാർക്ക് പറ്റില്ല. നമ്മുടെ ഇൻഡസ്ട്രി അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ നമുക്ക് ആ ഫോർമാറ്റിനോട് അഡാപ്റ്റ് ചെയ്യാൻ ചില പ്രശ്നങ്ങളുണ്ട്. ഈ പ്രാവശ്യം അതേ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ട് നമുക്ക് ഒരു ടീമിനെ ഈ പ്രാവശ്യം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ കളിയാണ്, കളിച്ചു നോക്കാം. നമ്മൾ പരമാവധി ശ്രമിക്കും. ഇനി ഇതൊരു എന്റർടൈൻമെന്റ് ആണ്, അത് കൊടുക്കാൻ മാക്സിമം നോക്കും. ജയിക്കോ തോൽക്കോ രണ്ടാമത്തെ വിഷയം, കളിക്കുക എന്നുള്ളതാണ് ഒരു പ്ലെയർ. ഈ 16 പേരിൽ ഇടം പിടിച്ചോ? ഞാൻ എ കാറ്റഗറി ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ടീമിലുണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷ. തീർച്ചയായിട്ടും ആ എ കാറ്റഗറിയാണ് നമുക്ക് വേണ്ടത്. ഈ 16 പേരിൽ ഇടം പിടിച്ചോ? അത് സത്യം പറഞ്ഞ സെലക്ഷൻ നമുക്ക് അറിയത്തില്ല. ഇന്ന് വൈകുന്നേരം 9 മണിയൊക്കെ ആകുമ്പോൾ അറിയാവുന്ന 9 മണി വരെ കാത്തിരിക്കണം. അത് ഇപ്പം നമ്മളെല്ലാവരും സുഹൃത്തുക്കളല്ലേ, ആര് കളിച്ചാലും നമുക്ക് സന്തോഷം. അതല്ലേ, മാറി മാറി കളിക്കാനുള്ള ഒരു അവസരമാണല്ലോ ഉള്ളത്. അല്ല, പല പെർഫോമൻസ് പോലെയാണ്. ഇപ്പോൾ 2-3 ഗെയിമുകളിലൂടെ കളിക്കുന്നുണ്ട്. അപ്പം ആ മാച്ചിലെ പെർഫോമൻസ് ബേസ്ഡ് ആയിരിക്കും സെലക്ഷനും കാര്യങ്ങളൊക്കെ. ആര് കളിച്ചാലും സന്തോഷം, നമുക്ക് കപ്പും കൊണ്ട് തിരിച്ചു വരണം എന്നുള്ളതാണ്. കപ്പടിക്കണം എന്നുള്ള ലക്ഷ്യം മാത്രമാണ് നമുക്കുള്ളത്. ഒരു യൂണിറ്റ് അല്ലേ? തീർച്ചയായിട്ടും ആ ചരിത്രം നമ്മൾ ആവർത്തിച്ച് കപ്പടിച്ചുകൊണ്ട് വരിക. ചരിത്രം ആവർത്തിക്കാൻ പറ്റിയിട്ടില്ല, ഇതിനു മുമ്പ് കപ്പടിച്ചിട്ടില്ല. അല്ല, ചരിത്രം ഉണ്ടാക്കണം, ഉണ്ടാക്കിയിട്ട് ഇനി ആവർത്തിച്ചുകൊണ്ടിരിക്കണം. ഇതുവരെ കപ്പടിക്കാൻ പറ്റിയിട്ടില്ല നമുക്ക്. ഈ തവണ ഒന്ന് നമുക്ക് അത്തരം ഒരു ടീമാണ് കിട്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അല്ലേ? തീർച്ചയായിട്ടും അത്തരം ഒരു നല്ല ടീമിനെ കിട്ടി. അപ്പോൾ ഷാജിനൊക്കെ എനിക്കറിയാം, പല ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലും കാണുന്ന ഒരു വ്യക്തിയാണ്. എങ്ങനെയാണ്? പിന്നെ തീർച്ചയായിട്ടും പ്രതീക്ഷകൾ പറയും. പ്രതീക്ഷ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ടീമിൽ അംഗമാകുക, 11ൽ വരിക എന്നുള്ളതൊന്നല്ല. നമ്മുടെ അമ്മ ടീം ജയിക്കുക, അതാണ്. അപ്പം എനിക്ക് അവസരം കിട്ടാതെ വേറൊരാൾ കയറി വരികയാണെങ്കിൽ എന്നെക്കാളും കഴിവുള്ള ആളല്ലേ. അപ്പോൾ അവർ തന്നെ കളിക്കുക, ടീം സെറ്റായിട്ടാണ്, അതാണ് വേണ്ടത്. ഇത്തവണ വളരെ പ്രതീക്ഷ അല്ലേ? ഉറപ്പായിട്ടും നമ്മൾ കപ്പടിക്കുന്നുള്ളൊരു ഉറപ്പാണ്. അതിന് പറ്റിയ ഫുൾ ടീമുണ്ട്. ഇപ്പോൾ 11 പേര് ആയതുകൊണ്ട് കുറച്ച് പേർക്ക് കളിക്കാൻ പറ്റില്ല. 15 ആണെങ്കിൽ അതിനും ആളുണ്ടായിരുന്നേ. സെറ്റാണല്ലേ? പിന്നെ തീർച്ചയായിട്ടും സെറ്റായി ടീം നിൽക്കുകയാണ്. ഇനിയിപ്പം അവിടെ എത്തിയത് ബാറ്റ് ചെയ്തിട്ടാണ് വന്നത്. ബാറ്റ് ചെയ്ത് അതിൻ്റെ ഒരു ക്ഷീണമൊക്കെ ഉണ്ട്. ബാറ്റിംഗ് ഞാൻ ഇവിടെ നിന്ന് കണ്ടു കേട്ടോ, ഗംഭീരമാണ് കേട്ടോ. താങ്ക് യു. പ്രതീക്ഷ എങ്ങനെയാണ്? പ്രതീക്ഷ ഇപ്രാവശ്യം കപ്പടിക്കണം എന്നുള്ളത് തന്നെയാണ്. നല്ല സ്ട്രോങ് ടീമാണ്. ഒരുപാട് പേരുണ്ട്. നമ്മൾ ഇതിന് ലോഞ്ചിൻ്റെ ടൈമിൽ പറഞ്ഞ പോലെ തന്നെ 32 പേരുണ്ട്. അതിൽ നിന്നാണ് പെട്ടോ? എ കാറ്റഗറിയിലാണ്. അപ്പോൾ പോകുന്നുള്ളതാണ് പ്രതീക്ഷ. ഇന്ന് വൈകിട്ടേക്ക് അറിയാം ആ ടീം ഏതാണെന്നുള്ളത്. ആ ടൈമിൽ അറിയാൻ പറ്റുള്ളൂ. അതുണ്ട്. നമ്മൾ കഴിഞ്ഞ സീസണിൽ ടീമിലുണ്ടായിരുന്നു, പക്ഷെ കളിക്കാൻ പറ്റിയില്ല, ഷൂട്ടായതുകൊണ്ട്. ഞാൻ കഴിഞ്ഞ സീസണിൽ തന്നെ തീരുമാനിച്ചാണ് ഈ കൊല്ലം എന്തായാലും കളിക്കണമെന്നുള്ളത്. 10th സീസണാണ്. തീർച്ചയായിട്ടും വളരെയേറെ പ്രതീക്ഷയുണ്ട്. കാരണം ഒരുപാട് നല്ല പ്ലേയേഴ്സ് ഉണ്ട് ടീമിൽ. ഇപ്രാവശ്യം കപ്പടിച്ചിട്ടേ വരും എന്നുള്ളൊരു ഇതിൽ തന്നെയാണ്. അടിക്കും. യെസ്. അപ്പോൾ നമുക്ക് വൈകുന്നേരം 9 മണിക്ക് ടീമിൻ്റെ പ്രഖ്യാപനം, ഉദയമായ പ്രഖ്യാപനം ഉണ്ടാകും. ആരൊക്കെയാണ് ദുബായ് ഷാർജ സ്റ്റേഡിയത്തിലേക്ക് കളിക്കാൻ പോകുന്നുള്ള പ്രഖ്യാപനം വൈകിട്ട് 9 മണിയോടുകൂടി ഉണ്ടാകും. അതുവരെ നമുക്ക് കാത്തിരിക്കണം. അപ്പം ഓക്കെ അല്ലേ? എങ്ങനെ ഓക്കെ അല്ലേ? ഓക്കെ എങ്ങനെ പോകുന്നു? നല്ലോണം പോകുന്നു. അടിപൊളി. വളരെ പ്രതീക്ഷയിലാണ് തോന്നുന്നു. പ്രതീക്ഷയിലല്ല, അതുകൊണ്ട് പ്രതീക്ഷയിലാണ്. കറക്റ്റ്. അപ്പം ഇന്ന് 9 മണിക്ക് ടീം പ്രഖ്യാപനം ഉണ്ടാവും. ഷാർജയിലേക്കുള്ള ടീം പ്രഖ്യാപനം ഉണ്ടാവും അല്ലേ? എങ്ങനെയാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പ്രാക്ടീസ് നടക്കാനുള്ള പ്രതീക്ഷ എങ്ങനെയാണ്? നമുക്ക് ഇപ്പോൾ കളിക്കുമ്പോൾ കാണുമ്പോൾ ആളുകൾ എല്ലാവരെയും എല്ലാവരും ഗെയിമിലാണ്. ക്രിക്കറ്റ് എന്ന് പറഞ്ഞൊരു ഗെയിമിലാണ്. ക്രിക്കറ്റ് എല്ലാവരും ഒരു ഈസി ഫ്ലോയിലാണ് എല്ലാവരും ഉള്ളത്. സോ അത്ര വലുതായിട്ടൊന്നും പഠിപ്പിക്കലോ കാര്യങ്ങളോ, ബിക്കോസ് എല്ലാവരും അതിലുണ്ട്. ചെറിയ മൈനർ കറക്ഷൻസ് മാത്രമേ ഉള്ളൂ. പൊളി കപ്പുമായിട്ട് തിരിച്ചു വരാവുള്ളൂ. 100% അല്ലേ? 100% കപ്പായിട്ട് തിരിച്ചു വരും. ക്യാപ്റ്റൻ രാജു 6 അടിച്ച് തകർക്കുവാട്ടെ. ഇത് ഷാർജ സ്റ്റേഡിയത്തിലും ഉണ്ടാവും. ഷാർജ പ്രത്യേകിച്ച് എനിക്ക് എന്താണെന്നറിയോ, ഷാർജയിൽ കളിക്കുക എന്ന് പറയുന്നൊരു ഭയങ്കര സ്പിരിറ്റാണ്. കാരണം നമ്മൾ അല്ലാതെ തന്നെ ഇടയ്ക്ക് ഈ ഡയറക്ടേഴ്സ് ടീമും അങ്ങനെയൊക്കെ ആയിട്ട് അവിടെ കളിച്ചിട്ടുണ്ട്, മ്യൂസിക്കൽ ടീമൊക്കെ ആയിട്ട്.
അപ്പം അവിടെ ഉണ്ടാകുന്ന ഒരു സ്പിരിറ്റ്, പ്രത്യേകിച്ച് ആൾക്കാരാണെങ്കിലും നമ്മുടെ മലയാളീസ് ആണെങ്കിലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ ആ സ്റ്റേഡിയം അതൊരു എന്താ പറയുക, ഒരുപാട് റെക്കോർഡുകൾ പറയുന്നൊരു സ്റ്റേഡിയം അല്ലേ. അപ്പോൾ അത് ഭയങ്കര ഒരു എനർജിയാണ്. ഇപ്പം ഈ പ്രാക്ടീസ് മാച്ചസ്, അതെ, പ്രാക്ടീസ് മാച്ചസ് പോലും ഇത്രയും എനർജി ആയിട്ട് നമ്മൾ കളിക്കുമ്പോൾ ആ പവർ എപ്പോഴും ഉണ്ടാവും. കാരണം ഈ പ്രാവശ്യം എല്ലാവരും ഭയങ്കര എഫേർട്ട് എടുക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും റെഗുലർലി ഓരോരോ മാച്ചസും ഒക്കെ ആയിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട്. ആ ഒരു എനർജി എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ നമുക്ക് പൊളിക്കണം. ഇത് തന്നെയാണ് വളരെ പ്രതീക്ഷയിലാണ്. പറയൂ, പ്രതീക്ഷ പറയൂ. പ്രതീക്ഷയല്ല, ഉറപ്പായിട്ട് തവണ ജയിക്കും. വേറെ ഒന്നുമില്ല, അടിച്ച് ജയിക്കും, ഉറപ്പായിട്ട് ജയിക്കും. ഒരു മാറ്റമില്ല. രാജീവൊക്കെ നല്ല ഫോമിലാണ്. ഇപ്പം സിക്സ് അടിച്ചു ഷാർജകൾ പിറക്കട്ടെ. ഉറപ്പായിട്ട് അതല്ല, നമുക്ക് ഷാർജകൾ സിക്സുകൾ തന്നെ അങ്ങ് വരട്ടെ. ഒരു മിനിറ്റ് വെള്ളം കൊടുക്കട്ടെ. വെള്ളം കൊടുക്കാം. ഹാപ്പിയാണോ? പിന്നെ നല്ല ടീമാണ്, ഭയങ്കര ഹാപ്പിയാണ്, നല്ല ഫോമിലാണ് ഉള്ളത്. ഞങ്ങൾ ഈ പ്രാവശ്യം കപ്പും കൊണ്ടുവരുന്നു. എല്ലാം ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് കളി കാണുമ്പോൾ നമ്മുടെ ടീം എല്ലാം നല്ല ഫോമിലാണ്. ഇനിയിപ്പോൾ നാളെ മാച്ച് ഉണ്ട്, എല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഫുൾ ഫോം ആവും. മറ്റന്നാൾ രാവിലെ പോകും. 23-ാം തീയതി വൈകിട്ട് 5:30 മണിയാകുമ്പോൾ അവിടെ കളി തുടക്കും. 8 മണിയാകുമ്പോൾ നിങ്ങൾ ഫോൺ ചെയ്ത് പറഞ്ഞ് ഞങ്ങൾ ജയിച്ചു എന്ന് പറയും. ഇല്ല, ഞാൻ മിക്കവാറും ഉണ്ടാവും അവിടെ. അപ്പോൾ ഞങ്ങൾ ജയിച്ചെന്ന് നീ കാണും. നമ്മൾ അവിടെ നിന്ന് ഇവിടെ ആളുകളെ അറിയിക്കും. ഓക്കെ അല്ലേ? പറയൂ. നല്ല പ്രതീക്ഷയുണ്ട്, നന്നായിട്ട് കളിക്കുന്നുണ്ട്. ഇപ്പോൾ ഹൈദരാലി പറഞ്ഞ പോലെ തന്നെ എല്ലാ പ്ലേയേഴ്സും നല്ല ഫോമിൽ തന്നെയാണ്. എന്തായാലും ഷാർജയിലെ 2 മാച്ചും ഷുവറായിട്ട് ജയിക്കും. ഈ പ്രാവശ്യത്തെ ടീം നമ്മൾ വെറുതെ ഒരു കളി ജയിക്കുക മാത്രമല്ല, കപ്പ് നേടാൻ തന്നെയാണ് ഈ പ്രാവശ്യം പോകുന്നത്. ഷുവർ, കപ്പ് കൊണ്ട് തിരിച്ചു വരും ഷുവറായിട്ടും. കോൺഫിഡൻ്റ് ആണ്. ആവേശത്തിൽ കൊച്ചി ടൗണിൽ നമുക്ക് അതിന്റെ ഒരു എക്സാമ്പിൾ തന്നെയാണ്. ഞങ്ങൾക്ക് 16 പേരെ തെരഞ്ഞെടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളത്. അവിടെയാണ് ഇനി വൈകുന്നേരം 9 മണി വരെ ഞാൻ കാത്തിരിക്കുന്നത്. അതിൽ എല്ലാവരും ബെസ്റ്റ് പ്ലേയേഴ്സ് ആണ്. അതിൽ 16 പേരെ തിരഞ്ഞെടുത്ത് പോയേ പറ്റുള്ളൂ. അതിലെ ബെസ്റ്റ് 11 തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ അതിനും വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പ്രാക്ടീസ് മാച്ച് കളിക്കുന്നു, ഫോമിലുള്ളവരെ ലെവലിൽ കളിപ്പിക്കും. ഷുവർ, നമ്മൾ ഈ പ്രാവശ്യം കപ്പ് നേടിയിട്ടേ വരുള്ളൂ. തീർച്ചയായിട്ടും. അപ്പം നിങ്ങളിച്ചിരി പ്രയാസത്തിലിരിക്കാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എങ്ങനെയാണ് എ കാറ്റഗറിയിൽ പെട്ടോ 11 പേരിൽ പെട്ടോ? എനിക്ക് ഇതൊക്കെയാണ് അറിയേണ്ടത്. കേരള ടീം വളരെ സ്ട്രോങ് ആണ് ടീമാണ്. ഈ ടൈമിൽ കപ്പ് ബിഗിൽ ജയിക്കാം, കൺഫേം കപ്പ് ജയിക്കാം. അതെയോ? കൺഫേം ആയിട്ട്. എങ്ങനെയുണ്ട് ഇപ്പം 2-3 ദിവസമായി പ്രാക്ടീസ് 2 ദിവസമില്ല, ഒരു 10 days ആയിട്ട് മാച്ച് 2 ദിവസമായിട്ട് നടക്കുന്നു. മാച്ച് ഇപ്പോൾ ഇത് പുറത്തെ ടീമാണ്. 22 പ്ലേയേഴ്സിലെ മാച്ച് കളിച്ചില്ല, നല്ല എക്സ്പീരിയൻസ് കിട്ടി. നമ്മൾ ഫൈൻഡ് ഔട്ട് അതിൽ ഒരു 11-12 പ്ലേയേഴ്സ് നല്ല ഒരു സ്ട്രോങ് ആയ പ്ലേയേഴ്സ് അതാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. കേരള സ്ട്രൈക്കേഴ്സ് അടിപൊളിയാക്കും, കപ്പ് ഒളിക്കും. അപ്പോൾ നമുക്ക് വൈകുന്നേരം 9 മണി വരെ കാത്തിരിക്കണം. ഷാർജയിലേക്കുള്ള ടീമിൻ്റെ പ്രഖ്യാപനം 9 മണിയാകുമ്പോൾ നമുക്ക് ഷാർജയിലേക്കുള്ള ടീം പ്രഖ്യാപനം വരാം. അതാണ് ഇനി നമുക്കറിയേണ്ടത്. ആരൊക്കെയാണ് 9 മണിക്ക് പ്രഖ്യാപനത്തിലുണ്ടാകുന്നത് എന്നാണ് നമുക്കറിയേണ്ടത്. വന്നിട്ടുണ്ടല്ലേ? അപ്പം എന്തായാലും ഇന്നത്തെ മാച്ച് ഇന്ന് അവസാനിക്കും, നാളെയും കൂടെ ഉണ്ടാവും എന്നാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പം കളി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 9 മണിയോടുകൂടി ആരൊക്കെയാണ് ഷാർജ സ്റ്റേഡിയത്തിലേക്ക് പോകുന്നത്, ദുബായിലേക്ക് പോകുന്നത് എന്നാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. ഷാർജയിലേക്കുള്ള ടീമിനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2-3 ദിവസമായിട്ട് മാച്ചാണ്. ഇപ്പം മാനേജർ ബാബുച്ചേട്ടനുണ്ട്. ബാബുച്ചേട്ടനോടാണ് ഈ കാര്യങ്ങൾ ചോദിക്കേണ്ടത്. ബാബുച്ചേട്ടാ, ഗംഭീരമായിട്ട് മാച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രാക്ടീസ് മാച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ എറണാകുളത്തുള്ള ഏറ്റവും നല്ല ഒരു ടീമായിട്ടാണ് കളിക്കുന്നത്. കാരണം അവരോട് നമ്മൾ ഒറ്റ കാര്യം ആവശ്യപ്പെട്ടുള്ളൂ, നമ്മളെക്കാൾ നല്ല ടീമായിരിക്കണം. ആദ്യമേ നമ്മളങ്ങനെ ജയിച്ചാൽ പിന്നെ എല്ലാവരും ഓവർ കോൺഫിഡൻസ് ആവും. ഒരു ചെറിയ അടി കിട്ടിയാൽ ഒന്നും കൂടി ജാഗ്രത കിട്ടുന്നതാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ, എൻ്റെ അനുഭവത്തിൽ നിന്ന്. അങ്ങനെ ഒരു ടീമാണ് അവർ സെറ്റ് ചെയ്ത് തന്നത്. നല്ല ടീമാണ്. അവരുടെ CCFൻ്റെ ഏറ്റവും നല്ല ടീമാണ്. അവരെ എല്ലാത്തുനിന്നും കൂടി 19 ടീമിൽ നിന്ന് ഏറ്റവും നല്ല പ്ലേയേഴ്സിനെ ക്രോഡീകരിച്ചുകൊണ്ടാണ് അവരൊരു ടീം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് രാത്രിയോട് കൂടി നമ്മൾ ഷാർജയിലേക്കുള്ള ടീമിനെ പ്രഖ്യാപിക്കും. ഏകദേശം അത് എങ്ങനെയായിരിക്കും എന്തായാലും 11 പേർക്കല്ലേ കളിക്കാൻ പറ്റും. അതെ, 5 പേർക്ക് എക്സ്ട്രാ പോകും, 16 പേര്. ഇനി മാക്സിമം 2-3 പേരെ നമ്മൾ കൊണ്ടുപോയാൽ അവരുടെ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കണം. CCL നോക്കില്ല. അങ്ങനെയാണ് ഇതിൻ്റെ റൂൾസ്. അപ്പം എല്ലാവർക്കും പോകില്ല. അപ്പോൾ ഞാൻ മനസ്സിൽ കാണുന്ന ഒരു 22 പേരെ ടീം സെലക്ട് ചെയ്തിട്ട് ഒരു 16 പേര് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുക. ഈ തവണ ഷാർജയിൽ കളിക്കുന്നതിന് ഹൈദരാബാദിൽ കളിക്കുമ്പോൾ ഒരു മാറ്റം വരും. പോവാത്തവർ അവിടെ ഇൻക്ലൂഡ് ചെയ്ത് അങ്ങനെ ഒരു പാറ്റേണാണ് മനസ്സിൽ കാണുന്നത്. അതാണ് ഇപ്പം ഇന്നത്തെ ഒരു ചലഞ്ച്. അതാണ് ഈ
സ്വാഭാവികമായിട്ട് എല്ലാവരും അത് തന്നെയാണ് പറയുന്നത്. എന്തായാലും ഒന്നാമത് ഇപ്പം 32 പേരാണ് നമ്മുടെ സ്ക്വാഡ് ഉണ്ടായിരുന്നത്. അതിൽ 1-2 പേർക്ക് CCL നിന്ന് അപ്രൂവൽ കിട്ടിയിട്ടില്ല. ബാക്കി ഏകദേശം 10-28 പേര് അവൈലബിൾ ആണ്. അതൊന്നാണ് നമ്മൾ 22 പേരിലേക്ക് അല്ലെങ്കിൽ 20 പേരിലേക്ക് എത്തേണ്ടത്. അതൊന്ന് 16-15 പേരാണ് യാത്ര ചെയ്യുന്നത്. അത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അറിയാൻ കാര്യങ്ങൾ. അപ്പോൾ ഇത് കഴിഞ്ഞാൽ അടുത്ത കളിയിൽ അവരെ ഉൾപ്പെടുത്തും അല്ലേ? അപ്പോൾ എന്തായാലും ഇതാണ് അതിൻ്റെ തീരുമാനം. ഇത് കഴിഞ്ഞിട്ട് അടുത്ത കളിയിൽ എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ടീമേ ആയിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ പോകുന്നത് 11 പിന്നെ 5 പേര് എക്സ്ട്രായുമായിട്ട് പോകും. ആ ഇന്ന് വൈകിട്ട് 9 മണിയോടി ഒരു ടീമിൻ്റെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ആ ടീമിനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടീമിനെ അറിയിക്കേണ്ട നിലയിലേക്ക് ഇപ്പം മാച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ മാച്ച് 2 ടീമുകളുമുള്ള CCLൻ്റെ ഏറ്റവും നല്ലൊരു ടീമുമായിട്ടായിരുന്നു മത്സരം നടന്നത്. അത് അനിൽ തോമസിൻ്റെ നേതൃത്വവും എല്ലാം കൂടി കണക്കിലെടുത്ത്. അനിൽ സാർ, അപ്പം ഇന്നിപ്പോൾ ഒരു മാച്ച് കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ? അമ്മയുടെ ടീം ഷാർജയിലേക്ക് പോവുകയാണ്. അതിനു മുമ്പുള്ള മാച്ചാണ്. നിങ്ങളുടെ ഒരു നല്ലൊരു ടീമിനെയാണ് ഇന്ന് നിങ്ങൾ കൊടുത്തിരുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ഇപ്പം ഇന്നത്തെ പെർഫോമൻസ് ഒക്കെ കണ്ടിരുന്നപ്പോൾ? ഞങ്ങളുടെ ഇത് CCF എന്ന് പറഞ്ഞാൽ നമ്മുടെ സിനിമ, ടെലിവിഷൻ, മാധ്യമ ഫ്രട്ടേണിറ്റിയിൽ ഉള്ള എല്ലാ ടീമുകളുടെ ഒരു കൂട്ടായ്മയാണ്. അതിൽ നിന്നുള്ള അംഗങ്ങളെല്ലാം കൂടെ ചേർത്തുള്ള ഒരു ടീമാണ്. അപ്പം അമ്മയുടെ ടീമിന് ഒരു പ്രാക്ടീസ് സെഷൻ വേണമെന്ന് പറഞ്ഞപ്പം ഒരു മികച്ച ടീമിനെ ഞങ്ങൾ കൊടുത്തു. ഒരു നല്ലൊരു മാച്ച് നടന്നു ഇവിടെ. നല്ല മാച്ച് നടന്നു. ഈ അമ്മയുടെ ടീം ഇപ്പം ഷാർജയ്ക്ക് പോവാണ്. കളി എങ്ങനെ വിലയിരുത്തി? അല്ല, അവരുടെ നല്ല കോമ്പറ്റൻ്റ് ആയിട്ടുള്ള ഇഷ്ടംപോലെ പ്ലേയേഴ്സ് ഉണ്ട്. അതൊരു പ്രത്യേകിച്ച് നമ്മുടെ ഇവിടുത്തെ ഒരു കാലാവസ്ഥ, ഇനിയിപ്പോൾ ഷാർജയിൽ ഇത് തന്നെയാണോ കാലാവസ്ഥ എന്നറിയത്തില്ല. നല്ല ഹീറ്റാണ് ഇവിടെ. സമയമാണോ അവിടെ കുറച്ചുകൂടെ പ്ലസൻ്റ് ആയിരിക്കാം. പക്ഷേ ഇവിടുത്തെ ഒരു ചൂടറിയാലോ. ഇപ്പം സർക്കാർ പറഞ്ഞിരിക്കുന്നത് 9 മണി തൊട്ടല്ല 11 മണി തൊട്ട് 3 മണി വരെ വെയിൽ പോലും കൊള്ളരുതാണ്. പക്ഷെ ക്രിക്കറ്റ് അങ്ങനെയുള്ളൊരു കളിയല്ലല്ലോ. പക്ഷേ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഉള്ള പ്ലേയേഴ്സ് ഉള്ള ഒരു ടീമാണ് CCL അമ്മയുടെ ടീം. അപ്പം അവർ ഇത്തവണ വിൻ ചെയ്ത് വരട്ടെ. ഉറപ്പായിട്ടും നല്ല നല്ല പ്ലേയേഴ്സ് ഉണ്ട്. നമുക്കൊരു അഭിമാനമാണല്ലോ. തീർച്ചയായിട്ടും അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ അത് തന്നെയാണ് അനിൽ തോമസിൻ്റെ അഭിപ്രായം. നല്ലൊരു ടീം വിൻ ചെയ്ത് വരട്ടെ. ഇപ്പം കളി കഴിഞ്ഞ് മാച്ച് കഴിഞ്ഞ് ഇരു ടീമുകളും പരസ്പരം ആലിംഗനം ചെയ്ത് മാറുന്ന ഒരു സീനാണ് കാണുന്നത്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ ബാറ്റ് ചെയ്തു, ബൗൾ ചെയ്തു എന്ന് തന്നെയാണ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും കളി ഇന്നത്തെ കളി അവസാനിക്കുന്നു. ഇന്നത്തെ മാച്ച് അവസാനിക്കുന്നു. നാളെയും മാച്ചുണ്ട്. മറ്റന്നാളാണ് ടീം യാത്ര ചെയ്യുന്നതെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. എന്തായാലും ആ രീതിക്ക് തന്നെ മുന്നോട്ട് വന്നു. ഇന്നിപ്പം ബെസ്റ്റ് ടീമുകൾ തമ്മിലുള്ള മാച്ചായിരുന്നു. ആ മാച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പം ഇന്നത്തെ ഇന്ന് നിയന്ത്രിച്ച എങ്ങനെയുണ്ടായിരുന്നു ഇന്ന് കളി നിയന്ത്രിച്ചു കഴിഞ്ഞപ്പോൾ? നമ്മുടെ ടീമിൻ്റെ ഒക്കെ ഒരു വിശ്വാസം എങ്ങനെയാണ്? നന്നായിട്ട് കളിക്കുന്നു. ഈ ഇത്തവണ വിൻ ചെയ്ത് വരുമെന്ന് പ്രതീക്ഷ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടെന്നാണ്. ഇവരുടെ ഓരോ കാറ്റഗറീസ് ഒക്കെ ഉണ്ടല്ലോ, അതനുസരിച്ചാണല്ലോ അവർ ബോൾ ചെയ്യുന്നത്. അതിനനുസരിച്ച് നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു. അപ്പോൾ നല്ലൊരു പ്രതീക്ഷ വയ്ക്കാം നമുക്ക് ഇത്തവണ നമ്മുടെ സെലിബ്രിറ്റി ലീഗിൽ നമ്മുടെ ടീം വിൻ ചെയ്ത് വരും, നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യും അല്ലേ? ഇതാണ് ഇന്ന് കളി നിയന്ത്രിച്ചവരാണല്ലോ, അവർക്കും അറിയാമല്ലോ, ഓരോരുത്തരുടെ കാലിബർ അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ വിൻ ചെയ്ത് വരുമെന്ന് തന്നെയാണ് ഇവരും പറയുന്നത്. എന്തായാലും നമുക്ക് നമ്മുടെ ടീമിൻ്റെ അംഗങ്ങളെല്ലാവരും അങ്ങോട്ടാണ് പോകുന്നത്. ടീമിൻ്റെ അംഗങ്ങളുടെ അടുത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ. കളിയിൽ ഇതൊക്കെ ഉണ്ടാകുന്നതാണ്. പക്ഷെ നമ്മുടെ ബോയ്സ് എല്ലാം നല്ല ടാലൻറ്റഡ് ആണ്. മുമ്പത്തേക്കാളും ഒക്കെ നല്ല ടീം, നല്ലതായിട്ട് വരും തീർച്ചയായിട്ടും. ഓക്കെ ഓക്കെ. പ്രതീക്ഷയാണല്ലോ മുഴുവൻ, ഞങ്ങൾ മാത്രമല്ല എല്ലാ ടീമുകളും അത് തന്നെയാണ്, പ്രതീക്ഷയിലാണ്. കുറേയേറെ നല്ല കളിക്കാരുണ്ട്. അതിലൊരു 2-3 പേര് സ്ഥിരമായിട്ട് ഇയർ റൗണ്ട് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. അവരൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. അതിലൊരു 2 പേര് പെർഫോം ചെയ്താൽ തന്നെ ഈ ഫോമാറ്റിൽ വിൻ ചെയ്യാൻ പറ്റും. സോ അഗെയിൻ ക്രിക്കറ്റ് ഈസ് എ ഗെയിം ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ഡേ. ഒരു 2-3 ദിവസം ദൈവം കൂടെ നിന്നാൽ മതി. അതെ, അതിൻ്റെ ആവശ്യമുള്ളൂ. സോ വി ആർ വർക്കിംഗ് ഹാർഡ്, വി ആർ പ്ലാനിങ് ടു ടേക്ക് ദ ഗെയിം ഡീപ്പ്. അതാണ് ഒരു കാര്യം ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ വി ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. താങ്ക്സ് ഫോർ ദ സപ്പോർട്ട്. ഓക്കെ. ഇതോടെ ഉള്ളൊരു റിസ്ക് എന്ന് വെച്ചാൽ ഇപ്പോൾ ഷാർജയിലേക്ക് പോകുമ്പോൾ ഈ പറയുന്ന പോലെ 11 പേർക്ക് പോകാൻ പറ്റുള്ളൂ, 16 പേരെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇത്രയും ആളുകളുണ്ട്, അതൊരു ടാസ്ക് ആണ് അല്ലേ? നേരത്തെ 14 പേരുള്ള സ്ക്വാഡിൽ ഇപ്പോൾ ഒരു 15 കൊണ്ടുപോയിക്കോളാൻ പറയുന്നുണ്ട്. സോ ദാറ്റ്സ് നെവർ എ ടാസ്ക്. കളിക്കുന്ന 11 അല്ലെങ്കിൽ 12 ഓൾമോസ്റ്റ് ഫിക്സ്ഡ് ആണ്. സോ അവർക്കും പരിക്ക് പറ്റിയാൽ മാത്രമേ ബാക്കിയുള്ളവർ വരേണ്ട ആവശ്യമുള്ളൂ.
സോ അങ്ങനെ ഒരു ടാസ്ക്കായിട്ട് തോന്നുന്നില്ല. കഴിഞ്ഞ വർഷം ആ ടീമിലുണ്ടായിരുന്നതാണ്. കഴിഞ്ഞ വർഷം കളിച്ചിരുന്നല്ലോ. കേരള സ്ട്രൈക്കേഴ്സ് കളിച്ച എല്ലാ കൊല്ലം കളിച്ചു. കഴിഞ്ഞ വർഷം നമുക്ക് വലിയൊരു പരാജയം ഏറ്റുവാങ്ങേണ്ടതായിരുന്നു. എല്ലാ മാച്ചസും നമ്മൾ പരാജയപ്പെട്ടു. എന്തായിരുന്നു പിന്നെ വിലയിരുത്തിയോ? ഇവൻച്വലി ഇതേ തിങ്, ഒരു 3 ദിവസം 4 ദിവസം പ്രാക്ടീസ് ചെയ്തിട്ട് ഒരു ടൂർണമെൻറ്റിന് പോകാമെന്ന് പറയുന്നത് തുടർച്ചയായി പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നവരെ ചലഞ്ച് ചെയ്യുമ്പം നമ്മൾ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എന്തെങ്കിലും കാണിക്കണം ഗ്രൗണ്ടിൽ. സോ ദാറ്റ് എക്സ് ഫാക്ടർ വാസ് മിസ്സിങ് ഫ്രം അസ്. We hope this time we are having it. Some players are playing every day. അപ്പം ഇക്കൊല്ലം അതുണ്ടെന്നാണ് വിശ്വാസം. തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ വളരെ പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ടീമുകൾ പോകുന്നത്. ഇപ്പം അവസാന ഇതിലാണ്. അപ്പം എന്തായാലും നമുക്ക് നോക്കാം. നാളെയും പ്രാക്ടീസ് ഉണ്ട്. അതിനുശേഷമായിരിക്കും ഇവർ ഷാർജയിലേക്ക് മറ്റന്നാൾ പോകുന്നു. മറ്റന്നാൾ മത്സരത്തിൽ ഏറ്റുമുട്ടുകയാണ്.